കുറേ ദിവസമായി ഞാൻ ബെല്ലും ബ്രേക്കും ഇല്ലാതെ നടക്കുന്നത് കൊണ്ട് ഒരു പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ പോവുകയാണ്. നിങ്ങളും എൻ്റെ ഒപ്പം പ്രാർത്ഥനയിൽ പങ്കെടുക്കണം. ഹല്ലേലൂയ, സ്തോത്രം കർത്താവേ, സ്തോത്രം. കം ഓൺ ദിനേശ, പങ്കെടുക്കൂ. ഓക്കെ, സന്തോഷിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. പുസ്തകം. ഹല്ലേലൂയ. അറ്റ്മോസ്ഫിയർ ചേഞ്ച് ആവുന്നുണ്ട്. തീർന്നു. ഇതെന്തൊരു ചേച്ചി, ഇച്ചിരി വരെ ഉണ്ടായിരുന്നുള്ളൂ, രസമല്ല. എന്നാലും ഞാൻ പറയണ്ട, ഹല്ലേലൂയ, നിങ്ങൾ എല്ലാവരും നാളെ മുതൽ അന്യഭാഷ സംസാരിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. പ്രേയർ മാസ്റ്റ്. ഇതിന്റെ ഇടയ്ക്ക് ഒരു തിരുത്തൽവാദി അച്ഛൻ എന്തൊരു പറയണെന്ന് നോക്കാം. നമ്മളിൽ എല്ലാവരും ധ്യാനത്തിന് പോകുന്നവരാണ്. എല്ലാവർക്കും ധ്യാനം ഇഷ്ടമാണ്. കരിസ്മാറ്റിക് ധ്യാനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവിടെ ചെല്ലുമ്പോൾ എന്നാ പറയാ, നമ്മളിൽ പലരും ആദ്യമേ അന്വേഷിക്കുന്ന നല്ലൊരു കൗൺസിലറെ കണ്ടെത്തണം. എന്തിനാണെന്നറിയാവോ? എന്റെ ഭാവി ഒന്ന് അറിയണം. ഇതുപോലെ തന്നെ ഞാനും പോയി കൗൺസിലറുടെ അടുത്തേക്ക് കൗൺസിൽ ചെയ്യാനായിട്ടുള്ള ഒരു സിസ്റ്റർ ആയിരുന്നു. എന്റെ തലയിലോട്ട് കൈവച്ച് പ്രാർത്ഥന തുടങ്ങി. യേശു നന്ദി, യേശു സ്തോത്രം, ഹല്ലേലൂയ ഹല്ലേലൂയ. പിന്നെ ഭാഷ മാറി. ഭാഷ മാറി എന്ന് പറഞ്ഞാൽ ഭാഷാ വരം എന്ന് പറയുന്നത് സോക്കോൾഡ്. എന്റെ പൊന്നച്ച, അത് അന്യഭാഷയാണ്. ഇത് ചേച്ചി കാണിച്ചത് കണ്ടില്ലേ? ഈ അച്ഛനൊരു ഗുന്ത അറിയത്തില്ല. അത് അന്യഭാഷയാണ് കൂട്ടുകാരെ. ആ അന്യഭാഷ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിലൊരു ദിവ്യ തേജസ് നിറയും. കൂട്ടി അത് വരും. അത് വരണമെങ്കിൽ ജിന്ന് കയറണം. ആ ജിന്ന് ദൈവത്തിന്റെ സൃഷ്ടിച്ചിട്ട് ജിന്നാണ്. ഈ പുസ്തകത്തിൽ, ഈ കാര്യത്തിൽ നമുക്കിപ്പോൾ അതൊന്നും കേട്ടണ്ട, വേറെ കേൾക്കാം. അങ്ങനെ ഞാൻ പറഞ്ഞു വീഴത്തില്ലെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ എന്റെ നെറ്റിയെല്ലാം പിടിച്ചു വരെ ചെയ്താണ്ട് ഇടയ്ക്ക് പോക്കറ്റിൽ നിന്ന് ഒരു കുപ്പിയിൽ എന്റെ എണ്ണ എടുത്ത് ഇങ്ങനെ കുലുക്കി. അപ്പൊ ഞാൻ വിചാരിച്ചു നീ വല്ല മയക്ക് വരുന്ന വല്ലതാണ്, നമ്മൾ മയങ്ങിപ്പോയാൽ പറഞ്ഞു ഞാൻ ബോധം കെട്ട് വീണെന്ന് പറഞ്ഞു. പിന്നെ അവരും എടുക്കരാവും. അങ്ങനെ വേണ്ടെന്ന് പറയും. അതെന്നാന്ന് കൊച്ചു കൊള്ളം എല്ലാം അറിയാം കേട്ടോ. എല്ലാ സർക്കസും പിടിച്ചു വെച്ചിട്ടുണ്ട് പുള്ളി. മുമ്പകണം ചെയ്ത് കാണും ഇങ്ങനെയൊക്കെ. അത് ശരിയായിരിക്കുമല്ലോ. ഇവർ തലയെ പിടിച്ച് ഉരുട്ടം ആളുകൾ ബോധം കിട്ടി വീടുന്ന ഞാൻ കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടായിരിക്കും അല്ലേ? ഭക്തി മൂക്കമ്പഴ. ഞാൻ വിശ്വസിക്കൂല ഈ അച്ഛൻ കള്ളനാ, അത് സത്യം. ചേച്ചിയുടെ അത്രയും സ്പിരിറ്റ് അച്ഛനുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ആരെ വിശ്വസിക്കും? നമ്മൾ ചേച്ചി വിശ്വസിക്കും. അത് തന്നെയാണ്. അപ്പൊ ചെമ്മാച്ചന് ഭയങ്കര സംശയമാണ്, കർത്താവിനെ പോലും സംശയമാണ്. ഇരുമ്പാണിയിൽ ചെമ്മാച്ചൻ തൊഴിക്കുകയാണെന്ന് പറഞ്ഞു. ഞാൻ ഇരുമ്പാണി തൊഴിക്കൊന്നുമല്ല. എനിക്ക് എന്നാന്ന് അറിയണ്ടേ നിങ്ങൾ. അപ്പൊ പിന്നെ ഇത് ചുമ്മാ നെറ്റിയിൽ ഇച്ചിരി അഭിഷേകം. ഞാൻ പറഞ്ഞു അഭിഷേകം ചെയ്യാനായിട്ട് നിങ്ങൾക്കാരും അനുവാദം വന്നത്? അഭിഷേകം ചെയ്യേണ്ട ഒന്നുകിൽ മെത്രാൻ അല്ലെങ്കിൽ അച്ഛന്മാര്. അവരാണ് മാമോദീസയ്ക്കൊക്കെ അഭിഷേകം ചെയ്ത്. നിങ്ങളെല്ലാം ചുമ്മാ എല്ലാ ദിവസവും പോക്കറ്റ് വരെ ഒപ്പിക്കാത്ത കുറച്ച് എണ്ണയായിട്ട് നടന്നിട്ട് അവിടെ എല്ലാം പോയി ഭയങ്കര അഭിഷേകം. ഇത് ആരാണ് കഴിവാൻ തന്നെ അഭിഷേകം ചെയ്ത് അഭിഷേകം ഞാൻ വേണ്ടെന്ന് പറയും. അഭിഷേകം ചെയ്യണ്ടത്. അപ്പൊ എന്റെ ഇത് ശരിയാവത്തില്ല. അങ്ങനെ എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇവിടെ ബന്ധനമുണ്ട്. ഇപ്പൊ ബന്ധനം അടിക്കുന്നു. ഇനി ഉടനെ തന്നെ പറഞ്ഞ അടുത്തല്ല ബന്ധനമാണ്. അന്ന് ബന്ധനം അടിക്കുന്നത് ഞാൻ പിന്നെ കൈ വിളിച്ച് പിടിച്ചോളാം. ഞാൻ കൈ വിളിച്ച് പിടിച്ച് ഭയങ്കര തുതി കാലിയ എല്ലാ തോത്രം. എനിക്കാണ് എത്ര കാലിയ പറഞ്ഞാൽ ഭാഷ പറയാൻ പറ്റത്തില്ല. കാരണം നാക്കിന് നല്ല സ്ഫുടത ദൈവം തമ്മിൽ കഴിച്ച് തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് കിട്ടത്തില്ല. എത്ര സ്പീഡിൽ പറഞ്ഞാലും ഇത് പഴഞ്ഞു പോകത്തില്ല. അപ്പൊ പുള്ളിക്കാരി വിഷമമായി. കാരണം പുള്ളിക്കാരി തൊട്ട് മുമ്പ് തലേദിവസം ധ്യാനത്തിന് പ്രസംഗത്തിൽ പറഞ്ഞു ഞാൻ കൈവച്ചവരെല്ലാം എത്രമാരോട് സകലരും ഭാഷ വരുത്തി സ്തുതിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു കൃപ എനിക്ക് കിട്ടുന്നുണ്ട്. ആരുടെ തലത്തിൽ വെച്ചാൽ അവർ ചാടി എഴുന്നേറ്റ് തുള്ളിച്ചാടി ഭാഷ വരുത്തി സ്തുതിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരി ഏറ്റവും മുമ്പ് പരാജയമായി. പുള്ളിക്കാർ സഹിക്കാൻ പറ്റുന്നില്ല. എന്നെ എങ്ങനെയും അങ്ങനെ 1 മണിക്കൂറോളം എന്നെ കൈവരിച്ച് പിടിച്ചത്. എന്നിട്ട് ഭാഷാവരൊന്നും വന്നില്ല. അവസരം കൈ കാത്തോളം പറയും. കാത്തു കഴിഞ്ഞാൽ എന്നോട് പറയാം ഇവിടെ എന്നാ നടന്നെന്ന് അറിയാമോ? ഇല്ല. ഇവിടെ നടന്നെന്നാന്ന് വെച്ചാൽ മാതാവ് ഈശോയും വന്നോട്ട് ചെമ്മാച്ചന്റെ തോളിൽ നിന്ന് ഒരു മുഖം എടുത്തുകൊണ്ട് പോയെന്ന്. ഞാൻ പറയാം പൊന്നു സിസ്റ്റർ 1 മണിക്കൂർ കൈവരിച്ച് പിടിച്ച് താത്തിട്ട മുഖമല്ല തോൾ തന്നെ. ഇങ്ങനെയുള്ള മണ്ടത്തരങ്ങളിൽ നമ്മൾ ചെന്ന് പെടുകയാണ്. ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ കർത്താവ് വിശ്വസിച്ച് എല്ലാം വെളിപ്പെടുത്തി തന്നു എപ്പോഴാണ് നമ്മളെല്ലാം പറഞ്ഞു കഴിയുമ്പോൾ ആ പിള്ളേരോടാണെങ്കിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്നുണ്ട് അമ്മയെ ഭയങ്കര സ്നേഹമല്ലേ? ഏത് അമ്മയുടെ അമ്മയെ സ്നേഹം അവിടെ വീട് പയ്യൻ അമ്മയെ സ്നേഹം. പക്ഷേ ഞാൻ അമ്മയെ ഒത്തിരി വേദനിപ്പിച്ചിട്ടുണ്ട്. അമ്മയോട് അങ്ങനെ ചങ്ങനെ പറയും. ഉടനെ എന്നെ വിളി പറയും ഇതെല്ലാം കൂടി കയറി വന്നപ്പോഴേ കർത്താവ് സ്ക്രീനിൽ കാണിച്ചു തന്നായിരുന്നു. മറ്റേ വേറെ ഇപ്പോഴത്തെ പുതിയ സ്ക്രീൻ ഉണ്ട്, ഇങ്ങനെ ലേസറിന്റെ സ്ക്രീൻ. അവിടെ നമുക്ക് ഇങ്ങനെ കാണാം. അതുപോലത്തെ സ്ക്രീനിൽ ഇവരെ കാണിച്ചു തന്നു. അതുപോലെ തന്നെ ഭാവിയും ഭൂതം വർത്തമാനവും കർത്താവ് പറഞ്ഞായിട്ട് പറയുന്നത്. കർത്താവ് ഒരു പ്രവചനം ഉണ്ടായിരുന്നു ജെറുസലേമിനെ കുറിച്ച്. അവരുടെ പ്രവചനം നടത്തി. അത് കൃത്യമായിട്ട് നടന്നു. ഹോസ്റ്റലിലെ സ്ത്രീയോട് പറയും നിങ്ങൾ കുഞ്ഞുങ്ങളെ ഓർത്ത് വിളിപ്പിക്കും. കാരണം വലിയ സംഭവം വരാൻ പോകുന്നു. അത് പറഞ്ഞു അതാണ് യഥാർത്ഥ പ്രവചനം. ഒരു ദുരന്തത്തെ ഒഴിവാക്കാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? അതാ പ്രവചനം. അത് കർത്താവ് നടത്തിയിട്ടുണ്ടെന്നേ. അങ്ങനെ പ്രവചിക്കുക. ദുരന്തങ്ങൾ ഇല്ലാതാക്കാനുള്ള പ്രവചനങ്ങൾ നടത്തുന്നത് ഞാൻ വിശ്വസിക്കാം. ഞാനും കൂടെ. ഇവിടെ അത് നടക്കുന്നില്ല പ്രിയമുള്ളവരെ. ഇത് ചൂഷണം നടത്തുകയാണ്.
പലപ്പോഴും വിശ്വാസികളായ അവരുടെ വേദനകളെ, ദുഃഖങ്ങളെ, ദുരിതങ്ങളെ, കടബാധ്യതകളെ ചൂഷണം ചെയ്യുകയാണ്. ഇനി പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ, നിങ്ങൾ പലപ്പോഴും പല ആളുകളുടെ അടുക്കൽ ചെല്ലും, രോഗമായിട്ട് ബുദ്ധിമുട്ടുകളായിട്ട് ചെല്ലുമ്പോഴത്തേന് അവർ തല കൈവച്ച് പ്രാർത്ഥിച്ചിട്ട് വരും, കുറച്ചുകൂടെ മാറാനുണ്ട്, നാളെ ഒന്നുകൂടെ വരാൻ പറയും. കസ്റ്റമറിനെ പിന്നെ നിർത്തുക. കർത്താവ് അങ്ങനെ ഒരുത്തിനോട് നീ പോയിട്ട് പിന്നെ മാറാന്ന് പറഞ്ഞിട്ടാണ് ചോദിച്ചത്. എന്റെ കണ്ണിനെ കാഴ്ചയിട്ട് ഒരു കണ്ണിന് ഞാൻ കാഴ്ച തരുന്നു, നീ പോയി 2 ആഴ്ച കഴിഞ്ഞു ആദ്യം ഞാൻ അടുത്ത കണ്ണിന്റെ കാഴ്ച പറ്റി ആലോചിക്കുന്നു. അങ്ങനെ പറഞ്ഞില്ലല്ലോ, അങ്ങനെ പറഞ്ഞു ബൈബിളിലൂടെ, അങ്ങനെ പറഞ്ഞില്ല. അപ്പൊ ഞാൻ എനിക്കും നിനക്കും മാതൃക കർത്താവ് വിശ്വസിക്കുകയാണ്. നീ ജീവിക്കേണ്ടത് അവന്റെ പാതയിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് പറഞ്ഞ ഒരു ഈശോമിശിഹായിലാണ് നമ്മൾ വിശ്വസിക്കുന്നത്. ഞാൻ സഞ്ചരിക്കേണ്ട വഴി, ഞാൻ അറിയേണ്ട സത്യം, അത് ഈശോമിശിഹായാണ്. വിശ്വാസ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് പോലും ദുർമാതൃക കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരിക്കലും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ ദൈവവിശ്വാസത്തിൽ അവനെ മുറുകെ പിടിച്ചുകൊണ്ട് നീ മുന്നോട്ട് പോകുക മകനെ, നീ പരീക്ഷയ്ക്ക് തോക്കുകയോ ജയിക്കുകയോ ചെയ്യുന്നതല്ല, നീ ഒരിക്കലും തമ്പുരാനെ വിട്ടുപിരിയരുത് എന്ന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കുവാൻ ഓരോ മാതാപിതാക്കൾക്കും കടമയുണ്ട്. വേദനകളും ദുഃഖങ്ങളും ദുരിതങ്ങളും വരുമ്പോഴത്തേക്ക് അവിടെ ഇവിടെ ഓടി നടക്കരുത്. നിങ്ങൾ തമ്പുരാന്റെ സന്നിധിയിലേക്ക് എത്താൻ ആരും നിങ്ങളെ ചൂഷണം ചെയ്യരുത്. നിങ്ങളുടെ പരാജയങ്ങളെ, നിങ്ങളുടെ വേദനകളെ ചൂഷണം ചെയ്യുമ്പോൾ അവരുടെ കീശയിൽ പൈസ കയറിയാണ്, ആള് കൂടുന്നതനുസരിച്ച് പൈസ കൂടുകയാണ്. അതുകൊണ്ടാണ് ഈ പബ്ലിസിറ്റിയുടെ കാര്യം. എന്തിനാണ് ഈ ജ്ഞാനത്തിനൊക്കെ ഇത്ര പബ്ലിസിറ്റി? ഒരു തരത്തിൽ മാർക്കറ്റിംഗ് നടത്തുകയാണ്. ഒരു തരത്തിൽ കർത്താവിശ്വസിക്കാതെ വിറ്റ് കാശാക്കുന്നവരായി നമ്മൾ അധപ്പതിച്ചു. അതിന് കൂട്ടുനിൽക്കുന്നവരുമായി നമ്മൾ ഓരോരുത്തരും കർത്താവിനെ വിറ്റ് കാശാക്കരുത്. ചതിയാണ് ചെയ്യുന്നത്. സഭ വിശികാതമ്പുരാൻ സഭ തുടങ്ങിയത് അല്ലെങ്കിൽ സഭ സ്ഥാപിച്ചത് അതിനല്ല. വിശ്വാസത്തിൽ നീതിപൂർവ്വം നിലകൊള്ളുന്ന ഒരു സമൂഹത്തെയാണ് അവിടെ നിന്ന് നിർമ്മിച്ചത്. അവിടെ നിന്ന് അത് വഴിതെറ്റി ഓരോരുത്തരും ഓരോ ആശയങ്ങൾ പഠിപ്പിക്കുന്നവരായി. നിങ്ങൾ ഞാൻ ഈ പഠിപ്പിക്കുന്നത് തെറ്റാണോ എന്ന് നിങ്ങൾ ശരിയായ രീതി വിശുദ്ധ ഗ്രന്ഥം വായിച്ചു നോക്ക്. എന്നിട്ട് നിങ്ങൾ എന്നെ വെല്ലുവിളിക്കും ഞാൻ ഈ പറഞ്ഞത് തെറ്റാണോ. എനിക്ക് ഈ അച്ഛൻ പറഞ്ഞത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, അതുകൊണ്ട് ഞാനിത് ഷെയർ ചെയ്ത്. ആക്ച്വലി ഇത് അച്ഛൻ കൺസേൺ ചെയ്യുന്ന ആരെയാണെന്ന് അറിയാമോ? നമ്മൾ ആദ്യം കാണിച്ച ചേച്ചിയെ മാത്രമല്ല, നമ്മുടെ കൃപാസന അപ്പച്ചനെയും കൂടെയാണ്. സത്യമാണ്. പക്ഷേ ഇത് എത്ര പേര് മനസ്സിലാക്കുമെന്ന് എനിക്കറിയത്തില്ല. ഞാൻ പഠിച്ചത് കോൺവെൻറ്റിലാണ്, അപ്പോൾ എനിക്കറിയാം അവിടുത്തെ രീതികൾ. ഒന്നിനെയും നിർബന്ധിക്കില്ല, നമുക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാം. പക്ഷേ ഒരു വല്ലാത്ത ഒരു അന്തരീക്ഷം ഒരു ക്രിയേറ്റ് ചെയ്ത് തരും, പ്രവർത്തിക്കാനും ദൈവത്തിനോട് അടുക്കാനും ഒക്കെ. അവരവരുടെ വിശ്വാസം അനുസരിച്ചിട്ട് മുന്നോട്ട് പോകാനുമുള്ള അനുമതിയാണ്. അനുമതിക്കേണ്ട കാര്യമൊന്നുമില്ല, പക്ഷെ അങ്ങനെയാണ്. അങ്ങനെയൊക്കെ ഉള്ളവരെ എങ്ങനെയാണ് ഇങ്ങനെ അധപ്പതിക്കുന്നതെന്ന് മനസ്സിലാവിട്ടില്ല. കൊട്ടിപ്പാട്ടും ബഹളവും പുസ്തകം തൂക്കി വെച്ചിട്ടുള്ള തപേക്കൂത്തും മറ്റൊരു മതവിശ്വാസത്തിനെ ഒരുപാട് അട്രാക്റ്റ് ചെയ്തിട്ടുണ്ട് എന്ന് ഈ മതം എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ശരി, അവരുടെ മതം, അത് ആ വിശ്വാസത്തിന് നമ്മളൊന്നും പറയണ്ട. പക്ഷെ ചൂഷണങ്ങളെ മനസ്സിലാക്കാനുള്ള സാമാന്യ ബോധം മനുഷ്യർക്കുണ്ടാകണം. ബന്ധക്കോസുകാരുടെ മെയിൻ പരിപാടിയാണ് 10%. സമ്പാദ്യത്തിൻ്റെ 10% ചുമ്മാതിരുന്ന് തിരുന്ന പാസ്റ്ററുടെ അണ്ണാക്കി കൊണ്ട് കൊടുക്കുന്ന ഒരു രീതിയുണ്ട്. നമ്മളിത് പറയേണ്ട കാര്യമില്ല, എന്നാലും കണ്ടുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇതേപോലെ തലയ്ക്ക് സുഖമില്ലാത്ത ആളുകളുടെ മുന്നിൽ പോയി അബദ്ധപ്പെടരുതെന്നേ ഉള്ളൂ. മുട്ടക്കൂടോത്രവും അല്ലാത്ത കൂടോത്രവും മറ്റതും മറിച്ചതും പല കൺസേണും അവർ പറഞ്ഞു തരും. വിശ്വസിക്കരുത്, പോയി ചാടരുത്. റിക്വസ്റ്റാണ്. ഇല്ല, പോയി ചാടിയേ മതിയാവുള്ളൂന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ, തർക്കമില്ല. ഏതായാലും എനിക്ക് ഈ പ്രെയർ കാണുമ്പം ഒരുതരം തമാശയായിട്ടാണ് തോന്നാറ്. ഞാൻ മിക്കവാറും ഇവർക്കിടയിൽ കിടന്ന് തിങ്ങി തിരക്കുന്നവരാണ്. പിന്നെ വീൽ ചെയറിലിരുന്ന സമയത്ത് ഞാൻ ഇവരുടെ ഒരു പ്രെയറിന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോയിരുന്നു. എൻ്റെ കൂടെ എനിക്ക് ജോലിക്ക് വന്ന സ്ത്രീയുടെ നിർബന്ധപ്രകാരം ഞാൻ പോയിട്ടുണ്ടായിരുന്നു. ശിവനെ ഒന്നും പറയണ്ട, എഴുന്നേറ്റ് നിൽക്കാൻ വയ്യാത്ത എന്നെ എഴുന്നേപ്പിച്ച് നടത്തി അവർ വിടുകയുള്ളൂ. അവർ പറയണത് കർത്താവ് കൂടെ ഉണ്ട്, എഴുന്നേറ്റ് അങ്ങ് നടന്നോളാൻ. കർത്താവല്ലല്ലോ, എല്ല് പ്രശ്നമാക്കിയിരിക്കുന്നതല്ലേ. ഈ പ്രശ്നം ശരിയാവാതെ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റൂ? ഒരു രക്ഷയില്ല. നെഞ്ചത്തടിക്കുന്നു, പള്ളു വിളിക്കുന്നു, എന്തൊക്കെ അവർ കിടന്ന് ചെയ്യുന്നുണ്ട്. അവസാനം ഒരു നിവർത്തിയില്ലാതെ അവർ പിടിച്ചപ്പോൾ ഞാൻ പിന്നെ എഴുന്നേറ്റൊന്ന് നിന്നു കൊടുത്തു. ഉടനെ അത് ഇവരെ ശല്യം കൊണ്ടാണ് എഴുന്നേറ്റ് നിന്നത്. ഉടനെ ഒരു എഴുന്നേറ്റ് നിന്നു. ശാലയിലൂയ സ്വോത്ര കർത്താവ്യ സ്വോത്ര ഒന്നും പറയാനില്ല. ഞാനായതുകൊണ്ടാണ് സെക്കൻഡ് ടൈം അവിടെ പോകാതിരുന്നത്. പക്ഷെ മറ്റൊരാളാണെങ്കിൽ തീർച്ചയായിട്ടും പോകും. പിന്നെയും വന്നു ഈ ചേച്ചി എൻ്റെ അടുത്ത് വന്നിട്ട്, നമുക്ക് അന്ന് പോയപ്പോൾ എഴുന്നേറ്റ് നിൽക്കാൻ പറ്റില്ല. ഞാൻ മനിടിയാതെ ഞാൻ ഇപ്പോഴും എഴുന്നേറ്റ് നിൽക്കും. അത് മനസ്സിൻ്റെ ഒരു കപ്പാസിറ്റിയാണ്. അതേ പുള്ളി പറഞ്ഞ അതേ കറക്റ്റ് കാര്യം തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ആൺമക്കളോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിനക്ക് എൻ്റെ അമ്മയോട് ഇഷ്ടമല്ലേ എന്ന് നോക്കിയവൻ കൊച്ചു പിന്നെ പറയുന്നുണ്ടോന്ന്. അതേ ഇഷ്ടമാണ്. എന്താണ് എങ്ങനെയാണെന്ന് സൈക്കോളജി നന്നായിട്ട് പഠിച്ചിരിക്കുന്ന അത്യാവശ്യം കൊനഷ്ട ബുദ്ധിയുള്ള കുറേ എണ്ണമാണ് ഇത്തരത്തിൽ ആളുകളെ ചതിക്കാൻ ഇറങ്ങി നിൽക്കുന്നത്. കണ്ടപ്പോൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി, അത്രയേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും ആമീൻ പറഞ്ഞേ. ഹല്ലേലൂയ, സ്വോത്രം കർത്താവേ. ശബർ